കൊതുകുകൾ നമ്മുടെ ചെവിയിൽ മൂളുന്നത്? സന്ധ്യയായാൽ പിന്നെ പലയിടത്തും കൊതുകിന്റെ ശല്യമാണ്. കൊതുകുകടിയേക്കാൾ ശല്യമാണ് അവയുടെ മൂളലെന്ന് കൊതുകിനെ കുറിച്ചുള്ള മുൻ എപ്പിസോഡിൽ ഒരു സുഹൃത്ത് കമന്റ് ഇട്ട് കണ്ടു. രക്തം കുടിക്കുന്ന ഈ പ്രാണികൾ എന്തിനായിരിക്കും നമ്മുടെ ചെവിക്ക് ചുറ്റും പറക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും ശല്യപ്പെടുത്തുന്ന ശബ്ദമുണ്ടാക്കുന്നത്? കൊതുകുണ്ടാക്കുന്ന ശബ്ദത്തിൽ അധികവും അതിന്റെ ചിറകടിയുടേതാണെന്ന് US-ലെ ആരിസോണ സർവകലാശാലയിലെ പ്രാണിശാസ്ത്ര പ്രൊഫസറായ മൈക്കൽ റീൽ പറയുന്നു. ഈ ശബ്ദം അധികം ദൂരത്തേക്ക് കേൾക്കുന്ന ശബ്ദമല്ല. അതിനാൽ ചെവിയുടെ അടുത്ത് കൊതുക് പറന്നാൽ മാത്രമേ കേൾക്കാനാവൂ. നിങ്ങളുടെ ചോര കുടിച്ച ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടാനും കൂടിയാണ് കൊതുക് ഈ വിദ്യ പ്രയോഗിക്കുന്നത്. വയറു നിറയെ ചോര കുടിച്ച കൊതുക് ഈ വിദ്യ നന്നായി ഉപയോഗിക്കും. പെൺകൊതുകുകളാണ് അധികവും നമ്മുടെ ചെവിക്ക് സമീപം ശബ്ദമുണ്ടാക്കുക. ആൺകൊതുകുകളുടെയും പെൺകൊതുകുകളുടെയും ജീവിത രീതി വ്യത്യാസമാണെന്നതാണ് ഇതിന് കാരണം. ആൺകൊതുകുകൾ സാധാരണമായി പുറത്തു കറങ്ങി നടക്കുകയും പൂന്തി കുടിക്കുകയുമാണ് ചെയ്യുക. അവർക്ക് മനുഷ്യരെ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ പെൺകൊതുകുകൾക്ക് മുട്ട രൂപപ്പെടുത്താൻ രക്തം ആവശ്യമാണ്. ഇരയെ കണ്ടെത്താൻ വേണ്ട സംവിധാനങ്ങൾ കൊതുകുകളുടെ ശരീരത്തിലുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിനെ പിന്തുടർന്നാണ് അവ ഇരയുടെ അടുത്തെത്തുക. ജീവികളുടെ വായിലൂടെയും മൂക്കിലൂടെയുമാണ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ പുറത്തു വരിക. എന്നതിനാലാണ് കൊതുകുകൾ തലയ്ക്ക് ചുറ്റും വട്ടം കറങ്ങുന്നത്. കാലിലെ സെൻസറുകൾ ഉപയോഗിച്ചാണ് ചോര കുടിക്കാൻ പറ്റുന്ന ജീവിയാണോ എന്ന് കൊതുക് മനസ്സിലാക്കുക. O ഗ്രൂപ്പ് രക്തമാണ് കൊതുകുകൾക്ക് പൊതുവിൽ ഇഷ്ടമെന്ന് ചില ഗവേഷകർ പറയുന്നു. എന്നാൽ അങ്ങനെ പറയാൻ പറ്റുന്ന തെളിവുകൾ ഇല്ലെന്നാണ് പ്രൊഫസർ മൈക്കൽ റീലിന്റെ അഭിപ്രായം. ഒരാളുടെ ജനിതക ഘടനയും ഭക്ഷണവുമാണ് ചോരയുടെ രുചിക്ക് കാരണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്നാലും കൂടുതൽ കൊതുകുകൾ കാലുകളാണ് ലക്ഷ്യമിടുകയെന്ന് പ്രൊഫസർ റീൽ പറയുന്നു. ട്രെൻഡ്സ് ഇൻ പാരസിറ്റോളജി എന്ന ജേണലിൽ 1996 പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ മലേറിയ പരാതം പരത്തുന്ന ആനോഫിലിസ് ജനുസിലെ പെൺകൊതുകുകൾ മനുഷ്യന്റെ കാലുകളിലെ ബാക്ടീരിയകളിലേക്ക് ആകർഷിക്കപ്പെടുന്നതായി കണ്ടെത്തി. ബാക്ടീരിയ മൂലം ചർമ്മത്തിൽ നിന്നുണ്ടാവുന്ന ഗന്ധമാണ് ഇതിന്റെ കാരണം. കണങ്കാലിന് സമീപം കൊതുക് പറക്കുന്നത് നമ്മുടെ ചെവികൾക്ക് കേൾക്കാൻ കഴിയില്ല. നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അകലെ നിന്ന് കണ്ടെത്താൻ അവയ്ക്ക് കഴിയും. ചില ഇരകളുടെ ചർമ്മത്തിലെ രാസവസ്തുക്കളുടെ ഗന്ധവും ചില കൊതുകുകൾക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും. കൂടുതൽ വൈവിധ്യമാർന്ന ചർമ്മ ബാക്ടീരിയകളുള്ള പുരുഷന്മാരെക്കാൾ ചർമ്മത്തിൽ വൈവിധ്യമാർന്ന ബാക്ടീരിയകൾ കുറവുള്ള പുരുഷന്മാരെയാണ് പെൺകൊതുകുകൾ കൂടുതൽ ലക്ഷ്യമിടുകയെന്ന് ഒരു പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കറുപ്പ് പോലുള്ള ഇരുണ്ട നിറങ്ങളിലുള്ള വസ്ത്രം ധരിക്കുന്നവരെ കൊതുകുകൾ കൂടുതൽ കുത്തും. ഇരയിലേക്ക് പറക്കുമ്പോൾ പെൺകൊതുക് 450 മുതൽ 500 ഹെർട്സ് വരെ ആവൃത്തിയിൽ സെക്കൻഡിൽ ഏകദേശം 500 തവണ ചിറകുകൾ അടിക്കും. ഇത് നമുക്ക് ഒരു ഡ്രോണിന്റെ ശബ്ദം പോലെ തോന്നുമെങ്കിലും ആൺകൊതുകുകൾക്ക് ഇത് സംഗീതമാണ്. കൊതുകുകളെ ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇളം നിറമുള്ളതും നീളമുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കുക, കീടനാശിനികൾ പ്രയോഗിക്കുക, കൊതുകുകൾ ഏറ്റവും സജീവമാകുന്ന സന്ധ്യയിലും പ്രഭാതത്തിലും തണ്ണീർത്തടങ്ങൾ പോലുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലതെന്നും പ്രൊഫസർ റീൽ പറയുന്നു.